ഹലോ, അസ്സലാമു അലൈക്കും. 2ാം ക്ലാസ്സിലെ മക്കളെ, നമ്മളിന്ന് അഖീദ എന്ന കിതാബിലെ 8ാമത്തെ പാഠം അൽ ഖദർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠം 8. പാഠം 8. അക്ഷരം വായിക്ക്. അൽ 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 ഖദർ അൽ ഖദർ അൽ ഖദർ അൽ ഖദർ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് കേട്ടിരിക്കുമല്ലോ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് കേട്ടിരിക്കുമല്ലോ. എല്ലാരും ഇൻഷാ അല്ലാഹ് കേട്ടിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് കേട്ടിട്ടില്ലേ? എപ്പോഴാണ് കണ്ട എത്ര കുത്താറ? ഇനി 3 കുത്ത്. എപ്പോഴാണ് വരുന്ന വാക്ക് പറഞ്ഞ മഴ, കുഴി, തോഴി, വാഴ. എല്ലാരും അത് എഴുതണം അല്ലെ. എപ്പോഴാണ് നാം അത് പറയുക? ഏത്? ഇൻഷാ അല്ലാഹ് എന്ന് എപ്പോഴാണ് നാം പറയുക? എപ്പോഴാണ്? ഒരു കാര്യം അക്ഷരം നോക്കണം, എന്നാലേ വായിക്കാൻ പറ്റൂ. വായിക്കാൻ പഠിച്ചാലേ എഴുതാൻ പറ്റൂ. ഇവിടെ തന്നെ നോക്ക്. ഒരു കാര്യം ചെയ്യുമെന്ന് കണ്ട ചേ. ഇനി വേറെ നമ്മൾ ഏത് അക്ഷരം പഠിച്ചേ? മീമിന് എ എന്ന ശരി എന്ന് പറഞ്ഞ ഏ ചിഹ്നം കൊടുക്കും. മേ, കേ, തേ, റേ, ചെയ്യുമേ. മേ വീണ്ടും വന്നിട്ട് ചെയ്യുമേ. ഏടിയാണ്ടിന് 1. 1ാം ക്ലാസ്സില് 1. പിന്നെയോ കന്ന്. പിന്നെയോ മതി. ചെയ്യുമെന്ന് പറയുമ്പോഴാണ്. വീണ്ടും വന്നിട്ട് ഴാക്ക് എത്ര കുത്താ? 3 കുത്ത്. പറയുമ്പോഴാണ് നാം ഇൻഷാ അല്ലാഹ് പറയുന്നത്. പാക്ക് എത്ര താഴെ എത്ര കുത്താ? പ 3 കുത്ത്. കൈമാറ്റി പറയുന്നത്. ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നാം ഇൻഷാ അല്ലാഹ് പറയുന്നത്. എപ്പോഴാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്? ഒരു കാര്യം ചെയ്യും. ഒരു കാര്യം ചെയ്തു അന്നേരാണോ പറയാ? ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ കാര്യം. അപ്പൊ ഒരു കാര്യം ഞാൻ ചെയ്യും. ഞാൻ നാളെ ചുവപ്പുടുപ്പ് ധരിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്ന് കല്യാണത്തിന് പോയി ഇൻഷാ അല്ലാഹ് പറയൂല. ഞാൻ നാളെ കല്യാണത്തിന് പോകും ഇൻഷാ അല്ലാഹ്. പോകും. ഞാൻ വയ്യ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കൂ. കുറച്ച് കഴിഞ്ഞിട്ടേ പോകൂ. കുറച്ച് അല്പസമയത്തിന് ശേഷം അല്ലെ ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യാ? ഇൻഷാ അല്ലാഹ് പറയാം. ഞാൻ വയ്യ തരേ അതിന് പറയുവോ? വയ്യ ഞാനുണ്ടെങ്കിൽ തരാം അല്ലേ? ഇൻഷാ അല്ലാഹ്. സമയായില്ല. ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നാം ഇൻഷാ അല്ലാഹ് പറയുന്നത്. ഇടതുമുതൽ പഠിക്കേണ്ടത്. ഒരു കാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴാണ് നാം ഇൻഷാ അല്ലാഹ് പറയുന്നത്. ചോദ്യത്തിൽ വരും
ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ പറയുന്നത്. അത് ശരിയോ തെറ്റോ? ചെയ്തു എന്ന് പറയുന്നത് തെറ്റ്. ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. ഏതിന്റെ? ഇൻഷാ അല്ലാ അല്ലെ? ഇൻഷാ അല്ലാന്റെ അർത്ഥം എന്നാ? അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ അനുഭവം നോക്കൂ. എത്ര 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 കാര്യങ്ങൾ ചെയ്യാൻ നാം കരുതുന്നു. എത്ര എത്ര മാങ്ങേന്റെ കാര്യങ്ങൾ ചെയ്യാൻ നാം കരുതുന്നു. അതിൽ ചിലത് ചെയ്യാൻ വീണ്ടും വന്നിട്ട് അതിൽ ചിലത് ചെയ്യാൻ കഴിയാതെ പോകുന്നു. ചിലത് ചെയ്യുന്നു. ചില കാര്യം നമ്മള് ചെയ്യുമെന്ന് പറയും അല്ലെ? പക്ഷെ ചെയ്യാൻ പറ്റുമോ? ചിലപ്പം ചെയ്യാൻ പറ്റും, ചിലപ്പം ചെയ്യാൻ പറ്റൂല. അതെന്തുകൊണ്ട്? അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? എന്താണ് അതിന് കാരണം? ചിലത് അള്ളാഹു ഉദ്ദേശിച്ചതാണ്. ചില കാര്യം നടക്കാത്തതല്ല. എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ചതാണ്. ചിലത് അള്ളാഹു ഉദ്ദേശിക്കാത്തതാണ്. അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആര്? അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാഷാ അല്ലാഹു കാന വമാലം യശലം യക്കുൻ. ഇത് വെച്ചാ മാഷാ അല്ലാഹു. ഇത് വിട്ട ഭാഗം പൂരിപ്പിക്കാനുണ്ടാവും. മാഷാ അല്ലാഹു കാന വമാലം യശലം യക്കുൻ. ഹദീസിലുള്ളത്. നാം ഒരു നല്ല കാര്യം ഒരു നല്ല കാര്യം വീണ്ടും വന്നിട്ട് ചെയ്യാൻ. നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി ലഭിക്കും. നാം ഒരു നല്ല കാര്യം ചെയ്യാൻ ഉറപ്പിച്ച ശേഷം അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കൂലി ലഭിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോകും. ഇൻഷാ അല്ലാ. അന്നേരം ഇൻഷാ അല്ലാ പറയണം. ഈ കൊല്ലം ഞാൻ ഹജ്ജിന് പോകും. ഇൻഷാ അല്ലാ. ഞാൻ പഠിച്ചു ആലിമാകും. ഇൻഷാ അല്ലാ. ഞാൻ നാളെ സ്കൂളിൽ പോകും. ഇൻഷാ അല്ലാ. പിന്നെയോ ഞാൻ നബിദിനത്തിന് പാട്ട് പാടും. ഇൻഷാ അല്ലാ. പിന്നെയോ ഞാൻ നാളെ കല്യാണത്തിന് പോകും. ഇൻഷാ അല്ലാ. ഞാൻ നാളെ നിനക്ക് പെൻസില് കൊണ്ടുതരാം. ഇൻഷാ അല്ലാ. അല്ലേ? ശരി തെറ്റ് അടയാളപ്പെടുത്താം. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻ നിശ്ചയപ്രകാരമാണ് നടക്കുന്നത്. ശരിയാണ്. അള്ളാഹുവിന്റെ വിധിയിൽ നാം വിശ്വസിക്കണം. അള്ളാഹുവിന്റെ വിധിയിൽ നാം വിശ്വസിക്കണം. അള്ളാഹുവിന്റെ വിധിയിൽ നാം വിശ്വസിക്കണം. അല്ലെ? വിശ്വസിക്കണം. അപ്പൊ അതിന് ശരി. മൂന്നാമത്തെ, ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണ്, ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുമ്പോഴാണോ ഇൻഷാ അല്ലാ പറയാ? അല്ല.
ചെയ്യുമെന്ന് പറയുമ്പോൾ, ചെയ്തു എന്ന് പറയുമ്പോൾ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ. അപ്പൊ ഇത് തെറ്റോ ശരിയോ? ചെയ്തു തെറ്റ്. നാലാമത്തെ, ഇൻഷാ അല്ലാഹു എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അർത്ഥം. ഇൻഷാ അല്ലാഹു എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അർത്ഥം. ശരി, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്നല്ലേ അർത്ഥം? ശരിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമോ? ഇല്ല, അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇതെന്താ? തെറ്റ്. ഇനി ഇൻഷാ അല്ലാ എന്ന് പറയേണ്ടുന്ന 4 കാര്യങ്ങൾ എഴുതാം. ഒന്നാമത്തെ കാര്യം പറ. ഞാൻ നാളെ പുതിയ വസ്ത്രം ധരിക്കും ഇൻഷാ അല്ലാ. ഞാൻ നാളെ പുതിയ വസ്ത്രം ധരിക്കും ഇൻഷാ അല്ലാ. ഒന്നാമത്തെ കോളത്തിൽ അത് എഴുതി കൊടുക്കുക. ഞാൻ നാളെ പുതിയ വസ്ത്രം ധരിക്കും. രണ്ടാമത്തതോ, ഞാൻ ഇനി മുതൽ എന്നും നേരത്തെ ഉണരും ഇൻഷാ അല്ലാ. നോട്ടിൽ എഴുതി കാണിച്ചാൽ. ഇൻഷാ അല്ലാഹു എന്ന് പറയേണ്ടുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തത്, ഞാൻ നാളെ പുതിയ വസ്ത്രം ധരിക്കും ഇൻഷാ അല്ലാ. രണ്ടാമത്തെ, ഞാൻ ഇനി മുതൽ എന്നും നേരത്തെ ഉണരും ഇൻഷാ അല്ലാ. ഞാൻ നബിദിനത്തിന് പാട്ട് പാടും ഇൻഷാ അല്ലാ. ഞാൻ ഒഴിവ് സമയങ്ങളിൽ പഠിക്കും ഇൻഷാ അല്ലാ. പിന്നെയോ, ഇനി മുതൽ എന്നും ഞാൻ ഖുർആൻ ഓതും ഇൻഷാ അല്ലാ. ഉത്തരം പറയാം. ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തുകൂടി പറയണം? ഏത് കാര്യവും നാം ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തുകൂടി പറയണം? ഇൻഷാ അല്ലാ കൂടി പറയണം. ഉസ്താദിനോട് ചോദിക്കാം ഹദീസിന്റെ സാരം. ഏതാ ഹദീസ്? നമ്മൾ ഇതിൽ കണ്ടല്ലേ? ഏതാ ഹദീസ്? ഇത് ഹദീസിൽ വന്നത് മാഷാ അല്ലാഹു കാന വമാലം യശായിലും. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു ഇച്ഛിച്ചതാണ് ഉണ്ടായത്, അവൻ ഇച്ഛിക്കാത്തത് ഒരിക്കലും ഉണ്ടാവില്ല. ഇച്ഛിച്ചത് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉദ്ദേശിച്ചതാണ് ഉണ്ടായത്, അവൻ ഉദ്ദേശിക്കാത്തത് ഒരിക്കലും ഉണ്ടാകില്ല. ഇതർത്ഥാണത്. മാഷാ അല്ലാഹു കാന വമാലം യശലം യക്കുൻ. അല്ലാഹു ഉദ്ദേശിച്ചതാണ് ഉണ്ടായത്, അവൻ ഉദ്ദേശിക്കാത്തത് ഒരിക്കലും ഉണ്ടാകില്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത്. അല്ലാഹു ഉദ്ദേശിച്ചത് മാത്രമാണ് നടക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ചാലും ശ്രമിച്ചാലും അവസാനം നടക്കുന്നത് എന്തായിരിക്കും? അവൻ ഉദ്ദേശിച്ചത് മാത്രമാണ്. ഇൻഷാ അല്ലാ പറയുന്നത് എന്തിനാ എനിക്ക് ഇൻഷാ അല്ലാ പറയുന്നത്? അല്ലാഹുവിന്റെ ശക്തിയും വിധിയും അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുക? അല്ലാഹു ഉണ്ട്, ഇങ്ങനെയൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ, അംഗീകരിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഷാ അല്ലാ പറയുന്നത്. പിന്നെ എന്തിനാ? മനസ്സിന് സമാധാനം ലഭിക്കില്ല. ഇൻഷാ അല്ലാ പറയുമ്പോൾ നമുക്ക് നമ്മളെ കൂടെ ഒരാളുണ്ട് എന്നുള്ള നമുക്കൊരു സമാധാനം കിട്ടും. പിന്നെ നമ്മുടെ അഹങ്കാരം ഒഴിവാകും അല്ലെ? ഒരു ശക്തി മുകളിലുണ്ട് എന്നുള്ള നമുക്കൊരു അഹങ്കാരം കുറയും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും, ഞാൻ ചെയ്യും ഇൻഷാ അല്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് താണും, കുറച്ചൊരു പൊടി നമ്മൾ താണും. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഷാ അല്ലാ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാ പറയണം. അടുത്തത് പാട്ടാണ്, ആസ്വദിക്കാം. നമുക്ക് പറയാം
നമുക്ക് പറയാം ഇൻഷാ അല്ലാ. നമുക്ക് പറയാം ഇൻഷാ അല്ലാ. നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. നാളെ ചെയ്യാം ഇൻഷാ അല്ലാ. പറയുക വേണം കൂടെ അതെല്ലാം. എല്ലാമെല്ലാം അറിയുന്നവനും കാര്യമതെല്ലാം വിധിക്കുന്നവനും അവനാണവനാണല്ലാഹു. ഏകനായവനല്ലാഹു. ഒന്നുകൂടി വായിച്ചേ. നമുക്ക് പറയാം ഇൻഷാ അല്ലാ. നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. നാളെ ചെയ്യാം. നാളെ ലേ കണ്ട. നാളെ ചെയ്യാം ഇൻഷാ അല്ലാ. പാക്കത്ര കുത്ത 3. പറയുക വേണം കൂടെ മേ. കൂടെ അതെല്ലാം. പറയുക വേണം കൂടെ അതെല്ലാം. എല്ലാമെല്ലാം അറിയുന്ന ഒന്ന് അറിയുന്നവനും. ഈ നാന്ന് കുറേ എടുത്ത് വരും എഴുതുമ്പോൾ, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. അറിയുന്നവനും കാര്യമതെല്ലാം വിധിക്കുന്നവനും അവനാണവനാണല്ലാഹു. ഏകനായവനല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നു ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.